എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ വളരെ പ്രത്യേകതയുള്ള ഒരു വീഡിയോ ആണ് എനിക്ക്. കാരണം ഞാൻ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് എൻ്റെ പിഞ്ചാച്ചൻ്റെ അമ്മയിൽ നിന്ന് ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമായിരുന്നു പന കുറുക്കിയത്. പന കുറുക്കിയതിൻ്റെ ടേസ്റ്റ് അമ്മ വർണ്ണിക്കുന്നത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വായിൽ വെള്ളം പോകും. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഉണ്ടാക്കുന്നത് കണ്ടിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. എൻ്റെ വീട്ടിൽ അമ്മയൊക്കെ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നാട്ടിൻപുറങ്ങളിലേക്കാണ് ഈ പന ധാരാളമുള്ളതും പന കുറുക്കിയത് കഴിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം ഞാൻ കല്യാണം കഴിച്ച് ഈ വീട്ടിൽ ചെല്ലുന്ന കാലം മുതൽ അമ്മ ഇങ്ങനെ ഞങ്ങൾ ഒത്തിരി കഥകളൊക്കെ പണ്ടത്തേതൊക്കെ പറയുന്ന കൂട്ടത്തിൽ അമ്മ പന ഇങ്ങനെ ഇടിച്ചെടുത്തതും ഇത് കുറുക്കിയതും കഴിച്ചതും ചമ്മന്തി കൂട്ടിയും ഇറച്ചി കൂട്ടിയും ഒക്കെ കഴിച്ചതിൻ്റെ കഥകൾ ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ഇങ്ങനെ മനസ്സിലോർക്കും ഒരു ദിവസം ഒന്ന് കഴിച്ചു നോക്കണം, പക്ഷെ ഇത് കിട്ടാനും ചാൻസ് ഇല്ലല്ലോ, ഇപ്പം അധികം അങ്ങനെ ഉണ്ടാക്കുന്നില്ലല്ലോ, അപ്പോൾ അത് കിട്ടാനും ചാൻസ് ഇല്ലല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ വിൻസെൻ്റ്, അതായത് എൻ്റെ ഹസ്ബൻഡ്, അവിടെ ഒരാൾ പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പന ഇടിച്ച് ഇതുപോലെ പൊടി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നല്ല വിലയാണ് കേട്ടോ ആ സാധനം മേടിക്കാനായിട്ട്. പുള്ളി നല്ല രീതിയിൽ തന്നെ അതുണ്ടാക്കി നമ്മൾ കുറച്ച് മേടിച്ചുകൊണ്ട് വന്നു. അപ്പം മേടിച്ചുകൊണ്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇതാണ് ഈ സാധനമാണ്, നമുക്കിത് ഉണ്ടാക്കണം. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. ചുമ്മാ നമ്മൾ എന്നെ പറഞ്ഞു അരിപ്പൊടി പോലെ ഒരു പൊടി, അങ്ങനെയാണ് അതിരിക്കുന്നത്. അതിന് എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല കേട്ടോ. അപ്പം അമ്മയോടും പറഞ്ഞു, അമ്മ വന്നിട്ട് നമുക്കിത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിനെ ബീഫ് കറി ഉണ്ടാക്കി, വറുത്തരച്ച് നല്ല ബീഫ് കറി, ചാറോടുകൂടി ബീഫ് കറി ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ പന കുറുക്കുവാണേ. അപ്പം അതെങ്ങനെയാണ് കുറുക്കിയതെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്ന ഈ വീഡിയോ. അത് നമുക്ക് ഈ പന കുറുക്കിയത് അരിപ്പൊടിയൊക്കെ കിട്ടുന്ന പോലെ ഒരു പൊടിയായിട്ട് നമ്മൾ പാക്കറ്റിൽ നമുക്ക് കിട്ടുകയാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ അതിനെ വെള്ളത്തിലിട്ടു. വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ നല്ല വെളുത്തിരിക്കുന്ന പൊടിയുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എന്താ പറയുക, ഒരു എൻ്റെ കളർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കുത്തരിയുടെയൊക്കെ ഒരു കളറിൽ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്ന സമയത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ നമ്മളതിനെ അത് ഊറ്റിയെടുത്ത് അത് കളഞ്ഞിട്ട് വീണ്ടും ഇളക്കി വെക്കും. അങ്ങനെ പല പ്രാവശ്യം നമ്മൾ ഇളക്കി വെച്ച് കഴിയുമ്പോൾ പൊടി ഇങ്ങനെ ഊറിക്കിടക്കും അടിയിൽ. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന പൊടിയായിരുന്നു കേട്ടോ. അതിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ പല പ്രാവശ്യം ഊറ്റിക്കളഞ്ഞു. കാരണം അമ്മ പറയുന്നത് അങ്ങനെ ആ കളർ വ്യത്യാസമുള്ള സാധനം അതിനകത്തുണ്ടെങ്കിൽ നമുക്ക് വയറിനൊന്നും നല്ലതല്ല എന്നാണ് പറയുന്നത്. അപ്പം നന്നായിട്ട് അത് ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. അതിനുശേഷം അമ്മയാണത് കുക്ക് ചെയ്യുന്നത്. അത് ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കാം. മറ്റൊന്നുമല്ല, കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. നമ്മൾ ഈ കുറുക്കി വെച്ചിരിക്കുന്ന ഈ പനയുടെ കുറുക്ക് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നന്നായിട്ട് ഇളക്കുക. ഇളക്കിയിട്ട് എന്താ പറയുക, അതിനെ നമ്മളിങ്ങനെ പൊക്കുന്ന സമയത്ത് നമ്മുടെ പാത്രത്തിൽ താഴോട്ട് വീഴാത്ത രീതിയിൽ നന്നായിട്ട് കുറുകി വരും. അങ്ങനെ കിട്ടുന്ന സമയത്ത് അത് വാങ്ങിയിട്ട് ചൂടോടെ ഓരോരുത്തരുടെ പാത്രത്തിലേക്ക് നമ്മളിത് മുറിച്ച് കൊടുത്തിട്ട് ഇറച്ചിക്കറി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു. അമ്മയൊക്കെ പറയുന്നത് പണ്ടൊക്കെ ചമ്മന്തി കൂട്ടിയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇറച്ചിക്കറി ധാരാളം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു. നമ്മളിങ്ങനെ വായിലായിട്ട് ഇത് മുറിക്കുന്നു, വിഴുങ്ങുക ചെയ്ത്, ചവയ്ക്കാനൊന്നും ഇല്ല. ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, നമ്മൾ ഈ കുറുമ്പിലൊക്കെ കുറുക്കുകയല്ലേ എന്ന് പറഞ്ഞാൽ കുറുക്കിയെടുത്ത് ഇങ്ങനെ സ്പൂണും കൊണ്ട് കോരി വിഴുങ്ങാനുള്ളതേ ഉള്ളൂ. അതിങ്ങനെ കൈ കൊണ്ട് മുറിച്ച് കഴിക്കുകയാണ്. സത്യം പറയട്ടെ, ഇവർ ഇത്രയും രുചി ഇതിന് വേണ്ടിയിട്ട് പറയുമ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഭയങ്കര സ്വാദുള്ള എന്തോ ഒരു സാധനമാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് മിസ്സായിപ്പോയ സാധനമാണ്, ഇങ്ങനെയൊക്കെ വിചാരിച്ചായിരിക്കുന്നത്. പക്ഷേ അമ്മയൊക്കെ അത് ഭയങ്കര ടേസ്റ്റോടെ, അമ്മയും എൻ്റെ ഹസ്ബൻഡൊക്കെ ഭയങ്കര ടേസ്റ്റോടെ അത് കഴിച്ചു. പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ്, അതായത് അതിന് പ്രത്യേകിച്ചൊരു സ്വാദില്ല ആ സാധനത്തിന്. പണ്ട് വിശപ്പടക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. അതിൻ്റെ ആ ഓർമ്മ ഇവ കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അതൊരു വല്ലാത്തൊരു ഓർമ്മയാണ്. ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ടായിരിക്കും എനിക്കതിൻ്റെ സ്വാദ് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ആ വീഡിയോ എനിക്ക് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി. കാരണം ഒരുപാട് ആൾക്കാർക്ക് എന്നെപ്പോലെ, എൻ്റെ ഈ ഏജിൽ ഞാനത് കഴിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. അപ്പോൾ എന്നെപ്പോലെയോ അല്ലെ എനിക്ക് താഴെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയത്തില്ല ആൾക്കാർക്കും, അവർക്കും കൂടെ ഒരു അറിവായിക്കോട്ടെ എന്നോർത്തുകൊണ്ട് മാത്രം ഇടുന്നൊരു കുഞ്ഞു വീഡിയോ കേട്ടോ. അത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ കണ്ടല്ലോ, ഈ കുഞ്ഞു പാത്രത്തിലിരിക്കുന്ന വെളുത്തിരിക്കുന്ന പൊടിയാണ് നമ്മുടെ പനം പൊടി. നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അരിപ്പൊടി പോലെ കിട്ടിയ സാധനം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചു. ഇപ്പോൾ നമ്മൾ ഈ വെള്ളത്തിനകത്തുണ്ടല്ലോ, ഇതിങ്ങനെ കിടക്കുന്ന സമയത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, റോസ് കളറിലൊരു സാധനം ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഈ വെള്ളം മേളിൽ ക്ലിയറായിട്ട് കിടക്കും. ക്ലിയറായിട്ട് കിടന്നിട്ട് അതിനടിയിലേക്ക് ഒരു ലെയർ പോലെ നമ്മുടെ കുത്തിരിയുടെയൊക്കെ കളറിൽ അങ്ങനെ കിടക്കും. പിന്നെ അതിനടിയിലേക്ക് നല്ല വൈറ്റ് കളറ് പൊടിയും കിടക്കും, ഊറിക്കിടക്കും, നല്ല പൊടി ഊറിക്കിടക്കും. അപ്പം നമ്മൾ ആ മേളിൽ നിന്ന് ആ കളർ വ്യത്യാസമുള്ള പൊടി നമ്മൾ ഊറ്റിക്കളയും. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ നന്നായിട്ടൊന്ന് കലക്കി വയ്ക്കും. അപ്പോൾ ഈ സമയത്തുണ്ടല്ലോ, നമ്മൾ പന കുറുക്കാനുള്ള പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അടുപ്പിൽ തിളയ്ക്കാൻ വെക്കണം. അപ്പോൾ അതിൻ്റെ അളവൊന്നും എനിക്ക് കൃത്യം പറഞ്ഞു തരാൻ അറിയത്തില്ല.
അങ്ങനെ കുറച്ച് വെള്ളം വയ്ക്കും. ഒപ്പം തന്നെ അവർ വേറൊരു പാത്രത്തിലൂടെ മറ്റൊരു അടുപ്പയിൽ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കും. കാരണം കൂടുതൽ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കുറുക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ പനംപൊടി ഇളക്കിയത് നമ്മൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെട്ടിത്തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ആ വെള്ളത്തിനകത്ത് ഉപ്പൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ജസ്റ്റ് വെട്ടിത്തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമ്മുടെ ഈ പനംപൊടി കലക്കിയത് നമ്മൾ ഒഴിച്ചു കൊടുത്തുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഇളക്കണം. പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും. അപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് മുറുക്കെ അടുക്കി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തുടരെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ ഈ പാല് പോലെ ഉള്ള ഈ കളറ് മാറിയിട്ട് അതൊരു ക്ലിയർ കളറായിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കറ, ഈ പനയുടെ ഒരു കറയുടെ ഒരു കളറാണ് എൻഡിൽ വരുന്നത്. വൈറ്റിഷാണ്, പക്ഷേ അതിന് ഈ പനയുടെ ഒരു ചെറിയൊരു കറ കളർ പോലെ ഇതിനൊരു ലൈറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അതായത് മറ്റേ നമ്മൾ പറയില്ലേ ഊറിയെടുത്ത് നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇളക്കി ഊറ്റിക്കളയുന്ന ആ സാധനം ഉണ്ടല്ലോ, അത് ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ക്ലിയറായിട്ട് ഈ പന കുറുക്കിയത് കിട്ടത്തില്ല. അതിൽ കൂടുതൽ ആ കറക്കളർ അതിന് കിട്ടും. കറക്കളർ കൂടുതലുണ്ടാവുമേ. അപ്പോൾ ഇത് നല്ല പൊടിയായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് വെച്ചാൽ ഞങ്ങൾ നല്ല ഇറച്ചിക്കറിയുടെ കൂട്ടത്തിൽ ഇത് കഴിച്ചു. അപ്പം നിങ്ങൾ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ കഴിച്ചിട്ടില്ലാത്തവർ, പണ്ടത്തെ ആൾക്കാരുടെ ഒരു പ്രധാന ഭക്ഷണമായിരുന്ന ഈ വിഭവം നിങ്ങൾക്ക് പനംപൊടി എവിടുന്നെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക. നമുക്കും ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് ഷെയർ ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.